കാലചക്രം തിരിഞ്ഞ് തിരിഞ്ഞ് കാലിനടിയിലെത്തി. ദുഷ്ടമനുഷ്യരുടെ അട്ടഹാസം തീരുവാനുള്ള സമയമായിരിക്കുന്നു. നാഗരാജാവിന് നഷ്ടമായ ശക്തി പ്രളയം തിരികെ കിട്ടുവാനുള്ള സമയം. നാഗറാണിക്ക് വൈരാഗ്യം തീർക്കുവാനുള്ള സമയം. എന്താണ് മാഡം, ഭർത്താവിന്റെ ബർത്ത്ഡേക്ക് ഒന്നും തരാതെ വെറുതെ അങ്ങനെ നിൽക്കുക? ഗിഫ്റ്റ് ഒന്നും തരുന്നില്ലേ? എന്താ നിനക്ക് വേണ്ടത്? ഗിഫ്റ്റ് എനിക്ക് മുത്തുമാല മതി. ഈ സമയത്ത് എവിടുന്നാ ഞാൻ? ശിവാനി, മുത്തുമാല എന്ന് വെച്ചാലേ മുത്തത്താൽ ഒരു മാലയിട്ട് തരാനാ പറഞ്ഞു. ഓ, പറഞ്ഞ പോലെ മുത്തുമാല അതെന്തായാലും പെണ്ണുങ്ങൾക്കല്ലേ ചേരും, ആണുങ്ങൾക്ക് ചേരില്ലല്ലോ. ശരി, എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എന്റെ ഭാര്യയ്ക്ക് എന്റെ ഭാഗത്തുനിന്ന് ഒരു മാല തരുന്നതായിരിക്കും നല്ലത്. ഓക്കെ അല്ലേ? തൃശൂൽ, കൈവിട്. ആരെങ്കിലും കണ്ടാലെന്താ? ഞാനെന്താ കണ്ടവളന്മാരുടെ കൈ കയറി പിടിച്ചോ? എന്റെ ഭാര്യയുടെ കയ്യിലല്ലേ പിടിച്ചിരിക്കുന്നത്. തൃശൂൽ, നാളെ രാവിലെ പൂജ കഴിയുന്നവരെ നമ്മൾ രണ്ടുപേരും അകന്നിരുന്നേ പറ്റൂ. പോ, മാറി നിക്ക്. ശിവാനി, അകന്ന് പോകാൻ പറഞ്ഞാലേ ലവേഴ്സിന്റെ ഭാഷയിൽ അടുത്തേക്ക് വരണം അർത്ഥം. അടുത്തേക്ക് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അകന്ന് പോകണമെന്നും. ശരി, അടുത്ത് വാ. തൃശൂൽ, അടുത്തേക്ക് വരാണല്ലോ. അടുത്തേക്ക് വാ എന്ന് പറഞ്ഞ ദൂരേക്ക് പോകുന്നാണല്ലോ. അതെ, അടുത്തേക്ക് വാന്ന് പറഞ്ഞാൽ അകന്ന് പോകണമെന്നുള്ളത് ലവേഴ്സിന്റെ ഭാഷയിലല്ലേ. എന്നാൽ ഭാര്യയുടെയും ഭർത്താവിന്റെയും ഭാഷയിൽ അടുത്തേക്ക് വാന്ന് പറഞ്ഞാൽ ഒന്നുകൂടി അടുത്തേക്ക് വരാനാമത്തെ. തൃശൂൽ, ശിവാനി, നമുക്ക് ഇങ്ങനെ തന്നെ ഇരുന്നാലോ? ഇനി മുന്നോട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും തൃശൂൽ. ഒരു കാര്യം പറയട്ടെ, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? എന്താണത്? ഓ സോറി, എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലെന്താ സർപ്രൈസ് ഉള്ളതല്ലേ. സാരമില്ല, എന്തായാലും തരുമ്പോ തന്നാ മതി. ശിവാനി, നീ ആ സമയത്ത് തന്നെ ശരിയായിട്ട് കേക്ക് കഴിപ്പിച്ചില്ലല്ലോ. ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഞാൻ ഇപ്പൊ തന്നെ തരാം. ഏയ്, എന്തായി കാണിക്കുന്നേ? കേക്ക് കഴിക്കാൻ തരുമോ? കേക്ക് കഴിക്കാൻ തരുന്നത് ഇങ്ങനെയാ? പിന്നെ ഞാൻ കാണിച്ചു. കേക്ക് എടുത്തിട്ട് നിന്റെ കവളുകളിൽ തേച്ചിട്ട് ചുണ്ടുകളിൽ ആകെ തേൻ പുരട്ടി കേക്ക് കഴിക്കണം. തൃശൂൽ, തൃശൂൽ വേണ്ട. തൃശൂൽ, തൃശൂൽ, എന്നെ കൈവിട്. തൃശൂൽ, വിടാനല്ലേ പറഞ്ഞ? തൃശൂൽ, അവള് നാഗമാണ് മോനെ, അതുകൊണ്ടാ ഞാൻ നിന്നോട് അകന്ന് നിൽക്കാൻ പറഞ്ഞത്. എന്നിട്ടും നീ പിന്നെയും പിന്നെയും അവളിലേക്ക് തന്നെ അടുത്തു വരികയാണല്ലോ. നേരം വെളുക്കട്ടെ, നാഗമാണിക്യത്തിന്റെ ശക്തി എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ ജോലിയായിട്ട് ഇവളുടെ കഥ ഞാൻ അവസാനിപ്പിക്കും. തൃശൂൽ, കൈവിട. തൃശൂൽ വേണ്ട. ശിവാനി, നിന്നെ ഞാൻ നിന്നെ വെറുതെ വിടാൻ എനിക്ക് ഉദ്ദേശിക്കുന്നു. ഞാൻ ഇവിടുത്തെ ജോലിക്കാരനായിട്ട് നിന്നത് തന്നെ നാളത്തെ രാജാവാകാനുള്ള ആഗ്രഹം കൊണ്ടാ. ഇതൊരു നിമിഷം കൊണ്ടുണ്ടായതോ ഒരു ദിവസം കൊണ്ടുണ്ടായതോ അല്ല. 24 വർഷങ്ങളായി എന്റെ മനസ്സിലിട്ട് ഊട്ടി ഉറപ്പിച്ചതാ. ഇനിയുള്ള വിജയം എന്റേത് മാത്രം. ഈ വർഷങ്ങൾ അത്രയും ഒളിഞ്ഞും മറഞ്ഞും ഞാൻ തപസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വിചാരിച്ച ദിവസം അടുത്തെത്തി. എങ്കിലും ഞാൻ ആഗ്രഹിച്ച നിമിഷം ഇതുവരെ വന്നെത്തിയില്ല.
ദിഗ്വിജയന് നാഗവനത്തിന്റെ ചിത്രം വ്യക്തമാക്കിയത് ഞാനാ. ദിഗ്വിജയന് നാഗമാണിക്യത്തിന് മേൽ ആഗ്രഹം ജനിപ്പിച്ച് അവന്റെ തല ചൂടാക്കിയത് ഞാനാ. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാം പ്രവർത്തിച്ചത് അവനായിരിക്കും. പക്ഷെ അതിന്റെ പിന്നിലെല്ലാം ചുക്കാൻ പിടിച്ചത് ആ സൂത്രധാരൻ വേറെ ആരുമല്ല. ആ സൂത്രധാരൻ ഞാൻ തന്നെയാണ്. നാഗമാണിക്യത്തിനു വേണ്ടി, നാഗമാണിക്യത്തിന്റെ ശക്തിക്ക് വേണ്ടി പണിക്കാരൻ പണക്കാരനാകാൻ വേണ്ടി 24 വർഷങ്ങൾ തള്ളി നീക്കി ഇന്നിപ്പതാ ഇവിടെ വരെ എത്തിയിരിക്കുന്നു. ഇനിയുള്ള മത്സരം അത് ഈ ഞാനും ദിഗ്വിജയനും തമ്മിൽ. ഞങ്ങൾക്കിരുവർക്കുമിടയിൽ നാഗമാണിക്യവും. അത് ഞാൻ നേടിക്കഴിഞ്ഞാൽ രാജാവാകുമോ? അതല്ലെങ്കിൽ വീണ്ടും ഞാൻ? ഇല്ല ഇല്ല, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ദിഗ്വിജയന് നാഗമാണിക്യത്തിന്റെ ശക്തി ലഭിക്കരുത്. മറിച്ച് സംഭവിച്ചാൽ ഇത്രയും കാലം ഞാൻ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചതെല്ലാം ഞാൻ തോൽക്കാൻ വേണ്ടി മാത്രമാകും. എനിക്കൊരു തോൽവി ഒരിക്കലും സംഭവിക്കരുത്. ഒരിക്കലും സംഭവിക്കരുത്. അത് ഞാൻ സമ്മതിക്കില്ല. അത് ഞാൻ സമ്മതിക്കില്ല. തൃശൂൽ, എന്നെ ഇപ്പൊ കാണാൻ എങ്ങനെയുണ്ടെന്ന് പറ. നല്ല ഭംഗിയുണ്ട് കണ്ണാടി കാണാൻ. എന്താ? ഒന്നുമില്ല. നിന്റെ സൗന്ദര്യത്താലേ ആ കണ്ണാടി പോലും ഒരു അത്ഭുതമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഈ പറയുന്നത് ഇത്തിരി ഓവറായിട്ട് തോന്നുന്നില്ലേ? ഞാൻ കുറച്ചാ പറഞ്ഞേ. എന്താണെന്നറിയില്ല ശിവാനി, ഇന്ന് നിന്നെ കാണാനേ സത്യത്തില് ഒരുപാട് സുന്ദരിയായിട്ടുണ്ട്. ഇത് എന്റെ ഭംഗി കൂടിയിട്ടല്ല തൃശൂർ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കൊണ്ട്. ഇന്ന് നീ ഈ ലോകത്തിലേക്ക് വന്ന ദിവസ, നമ്മുടെ ബന്ധം തുടങ്ങിയ ദിവസം. 24 വർഷം താണ്ടി ഈ ദിവസം ഉണ്ടല്ലോ. ഇത് നിന്റെ ദിവസ. ഈ ലോകം മുഴുവൻ നിന്നെ നോക്കുന്ന ദിവസം. ഇന്നെല്ലാം നിനക്ക് മനസ്സിലാകുന്ന ദിവസ. ഈ 24 വർഷം ഉണ്ടല്ലോ, അതെനിക്ക് മാത്രമല്ല, നിനക്കും നമ്മുടെ ലോകത്തിന് മുഴുവനും വളരെ വിശേഷപ്പെട്ട ഒരു ദിവസ. ശിവാനി, ഓരോ വാക്കുകളിലും ഈ 24 വർഷം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. 23 വർഷം കഴിഞ്ഞാ 24ാമത്തെ വർഷമല്ലേ വരിക. അതിലെന്താ പ്രത്യേകത? ഒരുപാട് പ്രത്യേകതയുണ്ട് തൃശൂർ. എല്ലാം നിനക്ക് പിന്നീട് മനസ്സിലാകും. ഇന്നു മുതൽ നിന്നെ വിശ്വസിച്ചിരിക്കുന്ന നമ്മുടെ ലോകത്തിലുള്ളവർക്കെല്ലാം ഒരുപാട് നന്മകളുണ്ടാവും. ഓഹോ, ലോകത്തുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരെ കുറിച്ചാ? എന്നുവെച്ചാ നിന്റെ വീട്ടുകാര്. നിനക്ക് നമ്മുടെ ഈ വീട്ടുകാരല്ലേ നിന്റെ മുഴുവൻ ലോകവും തൃശൂർ. തൃശൂർ, ഒരു നിമിഷം. നീ ഇതെന്താ ചെയ്യുന്നേ? എനിക്ക് ആശീർവാദം തരൂ. ഞാനോ? നിന്നെ ഞാനിപ്പോ എന്ത് പറഞ്ഞോണ്ട് ആശീർവദിക്ക? നീ എന്തു പറഞ്ഞ് ആശീർവദിച്ചാലേ എനിക്ക് നല്ലതേ വരും. ശരി, അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. നീ തന്നെ പറ, എന്താ അനുഗ്രഹം വേണ്ട? ദീർഘസുമംഗലിയായിരിക്കാൻ നീ ആശീർവദിക്കന്നെ. കല്യാണം കഴിഞ്ഞ പെണ്ണിന് അതിലും നല്ലൊരു ആശീർവാദം വേറെ എന്താ ഉള്ളത്? ദീർഘസുമംഗലി ഭവ ശിവാനി. ഹലോ ബോസ്, ഞങ്ങളുടെ ലോകത്ത് ആദ്യം പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടാൻ വേണ്ടി ആണുങ്ങൾ കാത്തിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങളെ കാത്തു നിർത്തിക്കും. നിന്റെ ലോകത്ത് എങ്ങനെയാണോ? അതോ പ്രണയം ഇങ്ങനെ തന്നെയാണോ? അതൊക്കെ പോട്ടെ, എന്താ ലേറ്റായി? ഓ, കയ്യില് ഗിഫ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. ഇന്ന് നിന്റെ ചേട്ടന്റെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് വാങ്ങിയതാ. ഇത് വാങ്ങാൻ നിന്നപ്പോ ലേറ്റായി. ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു. അതെന്താ, നിന്റെ ചേട്ടനും ഗിഫ്റ്റ് ഒന്നും ഇഷ്ടമല്ലേ? അങ്ങനെയൊന്നുമല്ല, നീ അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം നീ തന്നെ ഒരു വലിയ ഗിഫ്റ്റ് ആണല്ലോ. എന്റെ ചേട്ടന് നല്ലൊരു അളിയനെയാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. വീട്ടുകാർക്ക് നല്ലൊരു മരുമകനെയും. ഇത് തന്നെ എനിക്ക് സന്തോഷം തരുന്നുണ്ട്. നോക്ക്,
ഞാൻ വീട്ടിലേക്ക് വന്നാലുടൻ തന്നെ അവർക്ക് സമ്മതിക്കോ? ബോസ്, എപ്പോഴെങ്കിലും പെയ്യാനിരിക്കുന്ന മഴയ്ക്ക് വേണ്ടി ഇപ്പോഴേ കൂടെ നിവർത്തി നിൽക്കണോ? അതിനെപ്പറ്റി പിന്നെ ചിന്തിക്കാലോ നമുക്ക്. നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ? വീട്ടിലുള്ളവരെല്ലാം എന്റെ സ്വന്തം ആവുമ്പോ അവരും നിന്റെ സ്വന്തം ആവില്ലേ? ആദ്യം നീ വണ്ടി സ്റ്റാർട്ടാക്ക്. ശരി. നന്ദീശ, എന്താ മുതലാളി? ബാബ പറഞ്ഞത് പ്രകാരം പൂജയ്ക്കുള്ള സാധനങ്ങളെല്ലാം നീ വാങ്ങിച്ചോ? വാങ്ങിച്ചു മുതലാളി. ഞാനവിടേക്ക് വരും. ഡാ, ഓക്കെ, തിരുമേനി വരുന്ന നേരം നോക്കി ഇപ്പൊ വിളിക്കാം. വഴി മുടക്കി നിന്നോട് ഫോൺ ചെയ്യാം. മാറാം. കൈകോർത്ത് പിടിച്ച് വരികയാണല്ലേ നാഗറാണി? ഇത് നിന്റെ അവസാനത്തെ ദിവസമാണ്. നിന്റെ അവസാനമാണ് എന്റെ തുടക്കം. നാഗമാണിക്യത്തിന്റെ ശക്തി എന്റേതായി കഴിഞ്ഞാൽ നിനക്ക് ജീവനും ഉണ്ടാവില്ല, എനിക്ക് മരണവും ഉണ്ടാവില്ല. ഇന്നിവിടെ നടക്കാൻ പോകുന്ന ഒരു പ്രത്യേക പൂജയാണ്. നീയും പൂജയ്ക്ക് ഉണ്ടാവണം കേട്ടോ മോളെ. ഇവിടെ പൂജ നടക്കുന്ന സമയത്ത് ഞാൻ മറ്റൊരു സ്ഥലത്ത് പൂജയിലായിരിക്കും. ഞാനും നന്ദീശനും കൂടി അങ്ങോട്ട് പോവാ. അല്ല, ഒരു വീടിന് നന്മ വരാൻ വേണ്ടി രണ്ടിടത്ത് പൂജ വേണോ? എന്തോ സ്പെഷ്യൽ ഉള്ളത് പോലെ ഉണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുമ്പോഴൊക്കെ ഞാൻ പൂജ നടത്താറുള്ളതല്ലേ. എവിടെ നിന്നോട് ഇതൊക്കെ പറഞ്ഞിട്ടെന്താ? തൃശൂൽ ഞങ്ങൾ അമ്പലത്തിലെ പൂജയും വഴിപാടും മന്ത്രോച്ചാരണങ്ങളും ഒക്കെ നടത്തുമ്പോ ഇവിടെ പൂജ നടന്നുകൊണ്ടേയിരിക്കണം. ശരി അച്ഛാ. നിങ്ങളുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന പൂജ ആയതുകൊണ്ട് തന്നെ പൂജയ്ക്കിടയിൽ എന്തു തന്നെ സംഭവിച്ചാലും എഴുന്നേറ്റ് പോകാൻ പാടില്ല. മനസ്സിലായല്ലോ മോളെ? മനസ്സിലായ അങ്കിൾ. എല്ലാരും റെഡിയായോ? കാര്യം പറഞ്ഞെന്ന് സമയം കളയാതെ. എന്താ ഇത്? തിരുമേനി വരാൻ സമയമായില്ലേ? ശിവാനി വാ, നമുക്ക് അനുഗ്രഹം വാങ്ങിക്കാം. എന്താ ഇത്? ആദ്യം മുതിർന്നവരുടെ. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്റെ മകൻ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും. പക്ഷെ ഈ നാഗം ഇന്നത്തോടെ അവസാനിക്കും. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ മോനെ ഈ പൂജയും ഈ കാര്യങ്ങളും ഒക്കെ. ഞാൻ നടത്താൻ പോകുന്ന പൂജ എന്ന് അവസാനിച്ചു കഴിഞ്ഞാൽ നാഗമാണിക്യത്തിന്റെ ശക്തി എനിക്ക് സിദ്ധിക്കും. പിന്നെ ഇവളെന്റെ കൺമുമ്പിൽ പോലും കാണില്ല. മുതലാളി, തിരുമേനി വന്നു. നമസ്കാരം തിരുമേനി. നമസ്കാരം. എന്താ ഒറ്റയ്ക്ക്? പൂജയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തണമായിരുന്നല്ലോ, അതുകൊണ്ട് നേരത്തെ വന്നതാ. അത് നന്നായി. തിരുമേനി പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. മുറയനുസരിച്ച് ഇനി പൂജ നടന്നാൽ മാത്രം മതി. ഒരു തടസ്സവും ഉണ്ടാവില്ല. പൂജ നന്നായി തന്നെ നടക്കുന്നതാണ്. ഞങ്ങള് ക്ഷേത്രത്തിലേക്ക് പോവാണ്. എല്ലാ നന്മകളും ഉണ്ടാവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചാൽ. ശുഭമസ്തു. നദീശ, ബാബാ, ബാബ പറയുന്നതെല്ലാം ശരിയായി കേൾക്കണം. അദ്ദേഹം പറയുന്ന പൂജാരീതികൾ മനസ്സിലാക്കണം. പൂജാ മന്ത്രങ്ങൾ കേട്ട് പഠിക്കണം. എന്നിട്ട് സമയവും സന്ദർഭവും നോക്കി നാഗമാണിക്യത്തിന്റെ ശക്തി എന്നിലേക്ക് പകരണം. നീ കാത്തിരുന്ന സമയമാഗതമായിരിക്കുന്നു ദിഗ്വിജയ. എന്നാൽ പൂജാവിധികൾ കൃത്യമായി തന്നെ നടത്തേണ്ടതാണ്. ശരി ബാബ. സമയം 12 മണിയാകുമ്പോൾ ഒരു വട്ടം പൂജ നടത്തി നാഗശക്തിയെ ആവാഹിച്ചെടുക്കേണ്ടതാണ്. അതിനുവേണ്ടി നീ ഈ മഹാമന്ത്രം ഉരുവിടേണ്ടി വരും. ശരി ബാബ. ഇവിടെ വരും.
ഓം സർപ്പേശ്വരായ വിദ്മഹി മണീന്ദ്രായ ഭീമഹി തന്നോ നാഗപ്രചോദയ. ആ സമയത്ത് നീ ഈ മന്ത്രോച്ചാരണം നടത്തിക്കൊണ്ടിരുന്നാൽ നാഗമാണിക്യത്തിന്റെ ശക്തി നിനക്ക് ആവാഹിക്കുവാൻ കഴിയും. ശരി ബാബ, ഞാൻ പോയിട്ട് വരാം. എടുത്തുചാട്ടം വേണ്ട. നിന്റെ പേര് മാത്രമാണ് ദിഗ്വിജയൻ, അല്ലാതെ മൃത്യുഞ്ജയനല്ല. ശത്രുവിനെ നിനക്ക് ഭയമില്ലായിരിക്കാം, പക്ഷേ നിന്റെ നിത്യശത്രുവിനെ നീ പേടിച്ചേ മതിയാവൂ. കാളസർപ്പങ്ങളോട് ലോകലോകങ്ങൾ എതിർത്ത് വഴക്കുണ്ടാക്കിയത് ഈ നാഗമാണിക്യത്തിന് വേണ്ടിയാണ്, പിന്നെ അതിന്റെ ശക്തിക്കും. അങ്ങനെയുള്ളപ്പോൾ ആത്മരക്ഷയ്ക്കായി ശരിയായ ക്രമങ്ങൾ എടുക്കാതെ അവിടേക്ക് പോയാൽ നിനക്ക് സംഭവിക്കുക തോൽവിയല്ല, ഒരുപക്ഷെ മരണവും സംഭവിച്ചേക്കാം. ജയ് മഹാകാളി. നാഗമാണിക്യത്തിന്റെ ശക്തി നീ നേടുവാൻ ശ്രമിക്കുമ്പോൾ അത് തടയുവാൻ ശ്രമിച്ചുകൊണ്ട് നാഗമനുഷ്യർ, ഗന്ധർവന്മാർ, കിന്നര കിൻപുരുഷന്മാർ മുതലായവർ ആര് വേണമെങ്കിലും വരുവാൻ സാധ്യതയുണ്ട്. ഇതിനെ നീ നിന്റെ കൂടെ തന്നെ കൂട്ടുക. ആര് നിന്റെ മേൽ ആക്രമണം നടത്തിയാലും അവരുടെ മേൽ പ്രയോഗിക്കുക, നന്മയുണ്ടാകും. നന്ദീശ, പോയിട്ട് വരാം ബാബ. പോയി വരൂ. വരൂ. ഇതാ ആദിശേഷനും ശിവാനിയുള്ള വീടാണ്. അവർക്ക് ഞാൻ ഗരുഡനാണെന്ന് മനസ്സിലാവും. എന്താ അവിടെ നിൽക്കുന്നേ? കേറി വാ. ചേട്ടാ, ഒരു മിനിറ്റ് പോരാ. ചെല്ലുക. ഓഹോ, ഹായ്. ഇതെന്റെ ഫ്രണ്ട് അജിത്. മീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. എന്ത് പറ്റി? ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യണം. ഹായ്, സുഖമാണോ? ആ, സുഖമാണ്. പിന്നെ എന്തൊക്കെയുണ്ട്? ഡ്രസ് നൈസ് ആയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നിങ്ങള് വീട്ടിലേക്ക് വന്ന് വിഷ് ചെയ്തത് തന്നെ സന്തോഷം. പിന്നെ ഈ ഗിഫ്റ്റിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലേ? ഞാൻ വന്നത് നിങ്ങൾ ഓർത്തു വെക്കണമല്ലോ, സോ അതുകൊണ്ട്. ശരി, വരും, ഇരിക്കും. മോം അങ്ങോട്ട് ചെന്നാട്ടെ. ഓ, എന്താ മോനെ, അന്ന് പോയിട്ട് പിന്നെ ഇന്നാണോ ഇവിടേക്ക് വരുന്നത്? എവിടെയായിരുന്നു? അത് എന്റെ നാടിത്തിരി ദൂരെയാണ്. ദൂരെന്ന് വെച്ചാ? ഗരുഡദുർഗയിലാണ്. അന്ന് മോനോട് വന്നപ്പോ ശരിക്കും പരിചയപ്പെടാനും കഴിഞ്ഞില്ലേ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് മോന്? ഞങ്ങൾക്ക് അവിടെ കോഫി എസ്റ്റേറ്റ് ഉണ്ട്. ഇപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ. ഓ, അച്ഛനും അമ്മയും നാട്ടിലല്ലേ? അതെ അതെ. പരമേശ്വര, ഇന്നെന്റെ ജീവിതത്തിലെ വളരെ മുഖ്യമായ ദിവസം. പൂജ നന്നായിട്ട് നടക്കണം. തൃശ്ശൂരിന് പൂർവ്വജന്മത്തിലെ ഓർമ്മ തിരിച്ചു കിട്ടണം. പൂജ ആരംഭിക്കാറായി. എല്ലാരും വരിക. ദാ വരും തിരുമേനി, വരൂ. നിങ്ങൾ വരൂ. അജിത്, പൂജയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കാര്യം സംസാരിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. വാ. ഓം ഗം ഗണാനാം ത്വാ ഗണപതികം അവാമഹേ കവിം കവീനാമുപവസ്ത്രവസ്ത്രവം യേനാശുംഭം ബ്രഹ്മണസ്പദ നശ്രീവന്നോ ദിവസേസാദനഗ സ്വാഹാ. നന്ദീശ, ഇന്നു മുതല് ഈ ദിഗ്വിജയൻ ചിരഞ്ജീവിയായി തീരും. നന്ദീശ, ആ, അങ്ങനെ ദിവാസ്വപ്നം കണ്ട് നടന്നു. തന്റെ മരണം ഉടനെ സംഭവിക്കും. ഇനിയിപ്പോ വരാൻ പോകുന്നത് താൻ ചിരഞ്ജീവിയാകുന്ന നിമിഷങ്ങളല്ല, മറിച്ച് തന്റെ മൃത്യുവിന്റെ നിമിഷങ്ങളായിരിക്കും. നിന്നെ തീർത്തതിന് ശേഷം ആ നാഗമാണിക്യത്തിന്റെ ശക്തി എന്നിലേക്ക് പകരുകയും ചെയ്യും. നന്ദീശ, ബാബ പറഞ്ഞ സമയത്ത് തന്നെ പൂജ ആരംഭിക്കുകയും പൂജ അവസാനിപ്പിക്കുകയും വേണം. സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയാൽ അത് വലിയ അപകടം ഉണ്ടാക്കും.
24 വർഷങ്ങളായുള്ള എന്റെ സ്വപ്നം തപസ് ഇപ്പോൾ ഞാൻ കൈവരിക്കാൻ പോകുന്നു. ചെറിയൊരു പിഴവ് സംഭവിച്ചാലും വരപ്രസാദം ശാപമായി മാറിയേക്കാം. അങ്ങനെ സംഭവിക്കാൻ പാടില്ല അന്തീശ. നാഗമാണിക്യത്തിന് വേണ്ടി നീ ഇനി അധികം പ്രയത്നിക്കേണ്ട ദിഗ്വിജയ. ഞാനാണടാ നിന്റെ പിന്നിൽ നിന്നും ചരട് വലിച്ചുകൊണ്ടിരുന്നത്. നീ എന്റെ ചരടിൻ തുമ്പത്ത് കിടന്ന് കളിക്കുന്ന വെറും കളിപ്പാവ മാത്രം. ഞാൻ കളിപ്പിക്കുകയായിരുന്നു.